നല്ല ആവി പറക്കണ പുട്ടും അതേപോലെ മീൻ മുളകിട്ടതൊക്കെ ഈ നട്ടപ്പാതിര എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും പുലർച്ചെ 4 മണിക്ക് എണീറ്റ് ഞാൻ ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സെലിയാക്ക 28 ദിവസത്തിന് ശേഷം വരുവാണ് കേട്ടോ. അപ്പോൾ ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം. അപ്പോൾ 7 മണിക്ക് കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങും. അപ്പോൾ ഞാൻ ഒരു 6:30 ആകുമ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ ഞാനും മക്കളെയും കൂട്ടി പോയി. ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മളെ അനിയന്മാരെ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഇങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കണമൊക്കെ ഭയങ്കര ഇതാണ്. ചില ദിവസം സെലിയാക്ക സ്വന്തമായിട്ട് വീട്ടിൽ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ എനിക്ക് പറ്റുന്ന ദിവസമാണ് ഞാനും മക്കളും പോയിട്ട് പിക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എയർപോർട്ടിലേക്കൊന്നും വണ്ടി അങ്ങനെ കുറേ സമയം കയറ്റില്ല. സെലിയാക്ക അവിടെ എത്തിയെന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്ത് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി പുറത്തിറങ്ങിയെന്ന് പറയുമ്പോൾ ഞാൻ നേരെ വണ്ടിയിട്ട് പോയിട്ട് പിക്ക് ചെയ്ത് അങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആയുഷുവിനോടാണ് സെലിയാക്ക വരുന്നതും കയറണമൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഓൾ പാപ്പാനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ മറന്നു പോയിട്ടോ. അപ്പോൾ സെലിയാക്കൻ്റെ അടുത്ത് ഒരു ബാക്ക് പാക്കും പിന്നെ അതേപോലെ ഒരു ലഗേജ് മാത്രമേ ഉള്ളൂ. ലഗേജ് എന്തോ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എത്തിയില്ല. പക്ഷെ ആ ബാഗിലുള്ളത് വീട്ടിലെത്തണ മുന്നേ സെലിയാക്ക ഇരിക്കാൻ പോലുള്ള ഒരു സമാധാനം കൊടുക്കില്ല കേട്ടോ. ആ സമയം കൊണ്ട് അവർക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കിട്ടണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിന് ലഗേജ്. അപ്പോൾ ഈ ഒരു ബാഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിൽ ആമിൻ്റെ ചെറിയ എന്തൊക്കെയോ ടോയ്സ് ഓള് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് വീട്ടിൽ ഒരുവിധം കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വീട്ടിലുണ്ട്. ഇനിയിപ്പോൾ 1-2 ആൾക്കാരെ കൂടി എത്താനുള്ളൂ. അപ്പോൾ അവൾ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിക്കി മൗസിനെയാണ് കേട്ടോ. അപ്പോൾ മിക്കി മൗസിനൊക്കെ ഇവിടുന്നൊക്കെ സെലിയാക്ക തപ്പിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സെലിയാക്ക് കരയിലെത്തി കഴിയുമ്പം മിക്കി മൗസ് അങ്ങനത്തെ അല്ല പർച്ചേസിനൊക്കെ പോകാമെന്ന് പറയണ വലിയ റിസ്ക്. അത്രയും ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും എയർപോർട്ടിലേക്കുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ പർച്ചേസിനൊന്നും അത്ര ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും ഓള് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് തിരക്കിട്ട് പോയി മേടിച്ചുകൊണ്ടെന്നാണ്. പിന്നെ അനിയൻ്റെ മക്കൾക്ക് ചെറിയ ചില്ലറ കാര്യങ്ങൾ പിന്നെ പെൻസിൽ അങ്ങനത്തെ ഒക്കെ പിന്നെ അവൾക്ക് തന്നെ സർപ്രൈസ് ആയിട്ട് കേട്ടോ. അവൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കിച്ചൺ സെറ്റ്. അങ്ങനെ അല്ലോ വീട്ടിൽ ഡോറയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വേറൊരാളും അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോരുത്തരാണ് വരിക. അപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ കുറേ ആയിട്ട് പറയുന്നത് സാൻഫോർഡിൻ്റെ എന്നല്ല, ഞാനൊരു ഹാൻഡ് മിക്സർ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ചെല്ലിയാക്ക അവിടുന്ന് ഒരു ഹാൻഡ് മിക്സർ സാൻഫോർഡിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിതുവരെ ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ എങ്ങനെയെന്നുള്ളതൊക്കെ പറയണ്ട കേട്ടോ സാധനം. അപ്പം നമ്മളൊന്ന് നോക്കുകയാണ് വർക്കിംഗ് കണ്ടീഷനാണോ എന്നൊക്കെ ഉള്ളത്. സംഗതി ഒരു 400 വാട്ട്സിൻ്റെയാണ്. ഞാനൊരു 240 to 300 വാട്ട്സിൻ്റെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 400 കിട്ടിയപ്പോൾ അത് വാങ്ങി. പിന്നെ ഒരു 5 kg ഡേറ്റ്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് ഇപ്പാക്കും വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമാണ് കൊണ്ടുവരല്. മിഠായി ചോക്ലേറ്റും ഒക്കെ കുട്ടിയേക്കും അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരല് കേട്ടോ. എപ്പോഴും ഇങ്ങനെ പോയി മേടിച്ച് അങ്ങനെ കൊണ്ടുവരാനൊന്നും കഴിയലില്ല. അപ്പോൾ കിട്ടുമ്പോൾ കഴിയണ പോലെ കൊണ്ടുവരും.